ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരൺ കല്യാണിയെയും കൊണ്ട് രൂപയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ രൂപ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കൊണ്ട് കിരൺ അങ്ങോട്ട് ചെന്നേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശാരിയുടെ അടുത്ത് നിർത്താനായിട്ട് കല്യാണിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സരയുന് ഇവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് അരിശ്യം വരികയാണ്. പക്ഷെ അവിടെ അരിശ്യമൊന്നും കാണിക്കാതെ ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ കാണിക്കുകയാണ് നമ്മുടെ സരയും. ഇതിൽ കല്യാണി നീ വന്നല്ലോ, ഭയങ്കര ഒരു സന്തോഷമുണ്ട്, ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അമ്മ കല്യാണിക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാനായിട്ട് പാടില്ല കേട്ടോ. അവൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അത് മോളെ നീ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? കല്യാണിക്ക് വേണ്ടത് എന്താണോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാണ്. അങ്ങനെ സരയുവാണെങ്കിൽ കല്യാണി ഒന്ന് തലോടിക്കൊണ്ട് തന്നെ പറയുകയാണ്, കല്യാണി എങ്കിൽ പിന്നെ ഞാൻ വരട്ടെ, ഇവിടെ സന്തോഷത്തോടെ ഇരിക്കണേ, ടെൻഷനൊന്നും വേണ്ട കേട്ടോ, ആരോഗ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, തന്നെ ഭക്ഷണങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കഴിക്കണേ, എങ്കിൽ പിന്നെ ഞാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു അവിടെ നിന്ന് ഇറങ്ങി പോവാ. അപ്പോൾ സരയുവിൻ്റെ ആ ഒരു രീതി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശാരി അവിടെ പറയുകയാണ്, സരയുവിനെ മോളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കരേറെ സങ്കടമാണ്. കാരണം മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, അതും അവളുടെ അച്ഛൻ കാരനാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മേ കല്യാണിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണേ എന്നൊക്കെ ഇവളെന്നോട് പറയുമായിരുന്നു. പിന്നെ മോള് പിന്നെ കുറച്ചും കൂടി പറഞ്ഞുള്ളൂ, കല്യാണിയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് കല്യാണിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് ശരിക്കും വേദനിക്കുന്നുണ്ട്. മോളോട് പണ്ട് ചെയ്ത തെറ്റുകളെല്ലാം ആവർത്തിച്ച് എന്നോട് പറയുകയായിരുന്നു. എന്തോരം ദ്രോഹമാണ് ഞാൻ കല്യാണിയോട് ചെയ്തത്, അതിനുള്ള തിരിച്ചടിയാണ് എൻ്റെ ജീവിതം തകർന്നു പോയത് എന്നൊക്കെയാ സരയു മോൾ എന്നോട് പറഞ്ഞത്. കല്യാണി അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കിരൺ പറയാണ്, അവൾക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് നല്ലത് തന്നെയാണ്. ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവും തന്നെയായിരിക്കും നല്ലത്. സരയുവിൻ്റെ മനസ്സ് മാറിയതും സരയുവിൻ്റെ സ്വഭാവം മാറിയത് കൊണ്ടാണല്ലോ സരയുവിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്നൊക്കെ ഇവിടെ സംസാരിച്ചപ്പോഴേക്കും ആൻറ്റി പിന്നെ കല്യാണിയെ നന്നായിട്ട് നോക്കിക്കൊള്ളണം കേട്ടോ, അവൾക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. അത് പിന്നെ പറയാനുണ്ട്, മോൾക്ക് എന്താ വേണ്ടത്, മോൾക്ക് ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും അങ്ങനെ എനിക്ക് ഒരു ഇഷ്ടങ്ങളും ഇല്ല ആൻറ്റി, ആൻറ്റിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിക്കോ, ഞാൻ അതൊക്കെ കഴിച്ചോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാം. എങ്കിൽ പിന്നെ മോൾക്ക് ഇഷ്ടമുള്ളത് തന്നെ ഞാൻ ഉണ്ടാക്കുന്നുള്ളു, ഞാനേ അടുക്കളയിലേക്കൊന്ന് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശാരി അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ കിരണാണെങ്കിൽ കല്യാണിയോട് പറയുകയാണ്, ഞാൻ എന്നാൽ പുറത്തേക്കൊന്ന് പോട്ടെ കല്യാണി, അവിടെ അമ്മയുണ്ടല്ലോ, അപ്പോൾ അമ്മയെ ഒന്ന് പരിചരിക്കണം, അമ്മ ഹോസ്പിറ്റലിൽ വിടാതെ ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ. ശരി കിരണേട്ടൻ പൊയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കിരണിനെ പറഞ്ഞയക്കാം. കുറച്ച് കഴിയുമ്പോഴേക്ക് ശാരി ഇങ്ങനെ അടുക്കളയിൽ നല്ല ജോലി തിരക്കില്ല. ആ സമയത്ത് സരയുവിൻ്റെ കോള് വരികയാണ്. അദ്ദേഹം സരയാണല്ലോ വിളിക്കുന്നത്. ആ മോളെ എന്താ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് ശാരി ചോദിക്കുകയാണ്. അപ്പോഴേക്കും സരയു പറയാണ്, അതെ എനിക്ക് അമ്മയെ അത്യാവശ്യം ഇവിടെ നിന്ന് കാണാനുണ്ട്, അമ്മ പുറത്തേക്കൊന്ന് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പുറത്തേക്ക് വരണോ? പിന്നെ കല്യാണി അറിയാൻ പാടില്ല, കല്യാണിയോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ മാർക്കറ്റിൽ പോവുകയാണ്, കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി, അത്യാവശ്യമായിട്ട് അമ്മയെ കാണാനുണ്ട് എന്ന് പറയുകയാണ്. മോളെ എന്താ മോളെ അത്യാവശ്യമുള്ള കാര്യം പറഞ്ഞാൽ മാത്രം നിങ്ങൾ വരുള്ളൂ, എന്നാൽ ഞാൻ വിളിച്ചാൽ നിങ്ങൾ വരില്ല. അയ്യോ മോളെ ഞാൻ വന്നേക്കാം, ഇനി അതിനൊരു പ്രശ്നം വേണ്ട, ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കുമാണ് അത് നമ്മുടെ കല്യാണി വരുന്നത്. അപ്പോൾ കല്യാണിയെ കണ്ടപ്പോൾ അയ്യോ മോളെ ഇങ്ങോട്ട് വന്നോ മോളെ, എന്തിനാ മോളെ അടുക്കളയിലേക്ക് വന്നത്, മോളെ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തോ, ആൻറ്റി സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് മോളെ വിളിച്ചോളാം, എന്താ അതുപോരെ? അങ്ങനെയൊന്നുമില്ല ആൻറ്റി, എനിക്ക് ഈ റൂമിൽ തന്നെ അടച്ചുമൂടി ഇരിക്കുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, എനിക്കങ്ങനെ പറ്റത്തുമില്ല, അതെനിക്ക് ആൻറ്റിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ആൻറ്റിക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് മാർക്കറ്റിലേക്കൊന്നൊക്കെ പോകണം, നമ്മൾക്ക് വേണ്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി തരണ്ടേ, ഇവിടെ കുറേ സാധനങ്ങൾ എനിക്ക് മേടിക്കാനുണ്ട്. അതൊന്നും കുഴപ്പമില്ല ആൻറ്റി, എനിക്കിപ്പോൾ ഭക്ഷണത്തിനോടൊന്നും യാതൊരു താല്പര്യമില്ല, കാരണം എൻ്റെ കൺമുന്നിൽ ഒരുപാട് സംഭവങ്ങളെല്ലാം നടന്നില്ലേ, അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു മടുപ്പാണ്, ആഹാരമൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, ശരീരമാകെ തളർന്നു പോകുന്നൊരവസ്ഥ എനിക്ക് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ എന്തൊക്കെ പറഞ്ഞാലും മോളുടെ ആങ്ങളെയല്ലേ മരിച്ചത്, സ്വന്തം ആങ്ങള, മരിച്ചവരോട് നമുക്ക് ആർക്കും ഒരു ദേഷ്യവും വൈരാഗ്യം ഒന്നും ഉണ്ടാവാറില്ലല്ലോ, അതുകൊണ്ട് വിക്രമിന് വേണ്ടിയുള്ള ചടങ്ങുകളെല്ലാം ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ആൻറ്റി അതെല്ലാം ചെയ്തിട്ടുണ്ട്, അവൻ ജീവിച്ചിരുന്നുള്ള സമയത്ത് ഞങ്ങൾക്ക് യാതൊരു മനസ്സമാധാനം ഉണ്ടായിട്ടില്ല, അവനെക്കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല, പിന്നെ അവ മരിച്ചു കഴിയുന്നിടത്ത് ആ ഒരു ഉപദ്രവം വീണ്ടും ഉണ്ടാകാനായിട്ട് പാടില്ലല്ലോ, ആത്മാവെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ അവനെക്കൊണ്ട് യാതൊരു ശല്യവും ഇനി ഞങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല, അതുകൊണ്ട്
അവന് വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആൻറ്റി എന്നൊക്കെ കല്യാണി പറയുകയാണ്. അത് ഏറ്റവും വലിയ നല്ലൊരു കാര്യം തന്നെയാണ് മോളെ. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോൾ ചെല്ല്, ഞാൻ ഏതായാലും മാർക്കറ്റിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. ശരി ആൻറ്റി എന്ന് കല്യാണി പറയുകയാണ്. അങ്ങനെ കല്യാണം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശാരിയാണെങ്കിൽ എൻ്റെ പൊന്ന ദൈവമേ, എന്തിനാണ് അവ സരയെ വിളിച്ചിട്ടുണ്ടാവുക? ഇനിയിപ്പോൾ എന്ത് നാശത്തിന് വേണ്ടിയാണ്? അവളുടെ വായയിൽ നാശത്തിനുള്ള ഒരു വിത്തും വിതയ്ക്കാനുള്ള ഇത് വരല്ലേ എൻ്റെ ഭഗവാനെ, കാത്തുരക്ഷിക്കണേ എന്നൊക്കെ ഇങ്ങനെ ശാരി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സരയുവിനെ കാണാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ സരയൊരു ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളെ സരയു, എന്തിനാ മോളെ നീ എന്നെ വിളിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും കാര്യമുണ്ട്, അമ്മയെ കൊണ്ടൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി തന്നെ. അത്യാവശ്യ കാര്യം? ഇപ്പോൾ കല്യാണി ആ വീട്ടിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാളെ കാണാനായിട്ട് പോവാണ്, പൈസ എന്ന് പറഞ്ഞൊരാളെ. പൈസോ? അതാരാ പൈസ? മോളെന്തിനാണ് അവനെ കാണാനായിട്ട് പോകുന്നത്? എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാം. ഈ പൈസ ആരാണെന്നറിയാമോ? വിക്രമിൻ്റെ ഉറ്റ സുഹൃത്താണ് ഈ പൈസ എന്ന് പറഞ്ഞവൻ. അപ്പോൾ ഈ വിക്രം മരിച്ചല്ലോ, അവൻ മരിച്ചതിനെ തുടർന്ന് ഇവർക്കൊക്കെ ഭയങ്കര വൈരാഗ്യമാണ്. അപ്പോൾ ഈ വിക്രമിനെ അവസാനിപ്പിച്ചത് ആരാണോ അവരെല്ലാം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് ഇവർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇന്ന് ഞാൻ അവനെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ അമ്മയൊന്ന് വാതിൽ തുറന്നു കൊടുത്താൽ മതി. വാതിൽ തുറന്നു കൊടുക്കാനോ? എന്തിനു വേണ്ടി? കല്യാണിയെ കൊല്ലാൻ പൈസ വന്ന് കല്യാണിയെ കൊല്ലും. തിരിഞ്ഞപ്പോഴേക്കും മോളെ, ഇതൊക്കെ വേണോ മോളെ? ആകെ പേടി തോന്നുന്നു. അത് ശരി, അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് കഴിയില്ലല്ലേ? എൻ്റെ ജീവിതം നാശത്തിലേക്ക് പോകണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? മോളെ, നിനക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ലല്ലോ മോളെ. നീ സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത്? കിരൺ നിനക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നില്ലേ? പിന്നെ നീ എന്തിനാണ് ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പോകുന്നത്? ഓ, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണല്ലോ. കല്യാണം കഴിച്ച വീട്ടിൽ തന്നെ നിൽക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് തട്ടുന്നുണ്ട് അല്ലേ? നിങ്ങൾക്കൊക്കെ അത് മതിയായിരിക്കും. പക്ഷേ എനിക്കത് പോരാ. എനിക്ക് കിരണിനോടത്തുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ സംഭവിക്കുകയും വേണം. അതിന് അങ്ങനെ സംഭവിക്കണമെങ്കിൽ കല്യാണി എന്ന് പറഞ്ഞ് നശിച്ചവൾ ഇല്ലാതെയാകണം. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ അവൾ പോയാൽ മാത്രമേ കിരൺ എൻ്റെ ജീവിതത്തിലേക്ക് വരുള്ളൂ. എൻ്റെ മോൾക്ക് ഒരച്ഛനെ വേണം. അത് കിരൺ തന്നെ ആയിരിക്കണം. ആ ജയിലിൽ കിടക്കുന്നവനില്ലേ, അവൻ ഗംഗാപ്രസാദിനെ കൊന്നതുകൊണ്ട് കല്യാണിക്കും കിരണിനൊക്കെ അവനോട് ഭയങ്കര സിമ്പതിയാ. പക്ഷേ ആ ഒരു സിമ്പതി എനിക്കില്ല. അപ്പോൾ ഇനി അവൻ എനിക്ക് സ്നേഹിക്കാനും പറ്റില്ല. അവൻ എൻ്റെ ശത്രു മാത്രമാണ്. അവൻ എപ്പോഴെങ്കിലും പുറത്തിറങ്ങാൻ നേരത്ത് അവനെ കൊല്ലാൻ വേണ്ടി നടക്കുന്നവളാണ് ഈ ഞാൻ. അപ്പോൾ പിന്നെ എനിക്ക് അവനെ അംഗീകരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓരോരോ ആൾ മാത്രമേ ഉള്ളൂ, അത് കിരണ. കല്യാണിയെ അവസാനിപ്പിച്ചാൽ മാത്രമേ കിരൺ എൻ്റെ ജീവിതത്തിലേക്ക് വരുള്ളൂ. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. മോളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ ജീവിക്കേണ്ടവരാ? ആരെങ്കിലും അടുക്കളപ്പുറത്ത് പാത്രവും കഴുകി അവരുടെ ആട്ടും തുപ്പൊക്കെ കേട്ട് ജീവിക്കേണ്ടതായിരുന്നു ഞാനും നീയൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നമ്മൾക്കൊരു ജീവിതം നന്നായിട്ട് തന്നതാണ് ഇവരെല്ലാവരും. അപ്പോൾ അവരെ ചതിക്കുന്നത് ശരിയാണോ? ഈ കിരണിനെ കിട്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ കല്യാണി അവസാനിച്ചാലും കിരണിനെ നിനക്ക് കിട്ടുമോ? ഇല്ല. നിൻ്റെ കാര്യത്തിന് എല്ലാ കാര്യത്തിനും കൂട്ടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മോളെ, കൊലപാതകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഒരു തരത്തിലേക്ക് പോയോ മോളെ? അയ്യോടാ, ആരാണീ പറയുന്നത്? നിങ്ങളും ആ തരത്തിൽപ്പെട്ടതാണ്. ഞാൻ ഓരോ തെറ്റുകളും ചെയ്യും തോറും നിങ്ങൾ എന്നെ കൂട്ടുന്നിട്ടില്ലേ? കല്യാണിയെ കൊല്ലാൻ വേണ്ടി എത്ര പ്രാവശ്യം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും ആ ഒരു കാറ്റഗറിപ്പെട്ട ആൾ അല്ലേ? പിന്നെ എനിക്ക് ആരുടെ സഹതാപം പിടിച്ചു പറ്റാനോ ഒന്നും പറ്റില്ല. ഇതാണ് നിങ്ങളും എൻ്റെ അച്ഛനും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ജീവിച്ച ആളാണ്, എനിക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ആൾ. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളുടെ കാര്യം മാത്രമേ നിങ്ങൾ ചിന്തിക്കുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവോ എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കാറുള്ളൂ. പക്ഷേ
ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂട്ടു നിൽക്കാൻ പറ്റില്ലേ? പറ്റില്ലെങ്കിൽ പറഞ്ഞിരുന്നേ, എനിക്ക് നിങ്ങളെന്ന് പറഞ്ഞ ആളില്ല, ഞാൻ എൻ്റെ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോയിക്കോളാം എന്ന് പറയണം. മോളെ അങ്ങനെയൊന്നും പറയല്ലേ, നീ എന്നെ വിട്ട് പോകുന്നത് എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യം, സഹിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് മോളെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന അനുസരിക്കുക, എൻ്റെ ഒപ്പം കൂടെ നിൽക്കും നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് നല്ല സംതൃപ്തി കിട്ടും എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, പൈസ എന്ന് പറഞ്ഞ ഒരാൾ വരുമ്പോഴത്തേക്കും അവൾ ഡോറൊന്ന് തുറന്നു കൊടുത്താൽ മതി. അവൻ കല്യാണ അടുത്തേക്ക് ചെന്നിട്ട് കല്യാണിയെ കൊന്നോളും, അത്രേ മാത്രമേ ഉള്ളൂ. അതിനുശേഷമേ എനിക്ക് കിരണിൻ്റെ ജീവിതത്തിലേക്ക് കയറിക്കൂടാൻ പറ്റുമെന്നേ. മോളെ, പിന്നെ വേറൊരു കാര്യം, ഈ കിരൺ നിനക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്, അപ്പോൾ അത് സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ? പറ്റില്ല, എനിക്ക് അങ്ങനെ കിരണിൻ്റെ സഹതാപം പറ്റി ജീവിക്കേണ്ട ആവശ്യമില്ല. അവൻ എൻ്റെ ഭർത്താവായിട്ട് വരണം, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് വരണം, അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. കല്യാണി എന്ന് പറഞ്ഞ് നശിച്ചവള് എൻ്റെ മുന്നിൽ നിന്ന് പോയേ മതിയാവുള്ളൂ, എന്നാലേ എൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുള്ളൂ. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേട്ടാൽ മതി. ഞാൻ പൈസനെ വിളിക്കാൻ പോവാ. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഥക് തുറന്ന് കൊടുത്തേക്കണം. പിന്നെ ഒന്നും പേടിക്കാനില്ല മോളെ. വീണ്ടും വല്ല ദുരന്തത്തിലേക്ക് വന്ന് ചാടോ? ഒരു ദുരന്തവും ഇല്ല. അവളെ അവസാനിപ്പിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് പോയിക്കോളും. പിന്നെ പോലീസ് അന്വേഷണമൊക്കെ വരുമ്പോൾ വിക്രമിൻ്റെ കൂട്ടുകാർ ഇവളെ കൊന്നു ശത്രുതൻ്റെ പേരിൽ, അത്രേ വരുള്ളൂ. മനസ്സിലായല്ലോ? ശരി മോളെ, നീ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സരയു വണ്ടി കയറി പോവുകയാണ്. സരയു വണ്ടി കയറി പോകുമ്പോഴും ഈ ഷാരിക്കാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനാണ്. ദൈവമേ, ഇനി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകണമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയാണ് ഷാരി ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നീട് ഈ സരയു പൈസനെ കാണാനായിട്ട് ചെന്നിരിക്കുക. അപ്പോൾ പൈസനെ കാണാൻ ചെന്നിരിച്ചപ്പോഴേക്കും വിക്രമിൻ്റെ ഉറ്റ സുഹൃത്തല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും വിക്രം എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാണ്. അവൻ മരിക്കുന്ന ആ ഒരു തലേ ദിവസം വരെ ഞങ്ങൾ അവനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയണം. എനിക്കറിയായിരുന്നോ വിക്രം നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്താണെന്ന്? അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നത്. പക്ഷേ അവനെ പല സ്വപ്നങ്ങളും കണ്ടായിരുന്നു, പിറ്റേ ദിവസം നടക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ സ്വപ്നം കണ്ടിട്ട് ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവിടെ മറ്റൊന്നാണല്ലോ സംഭവിച്ചത്. അതെ, അവൻ്റെ അച്ഛൻ തന്നെ അവനെ കൊന്നു മലർത്തിയില്ലേ? പക്ഷേ അതിനെല്ലാം തിരിച്ചടി ഇനി നിങ്ങൾക്ക് കൊടുക്കണ്ടേ എന്നൊക്കെ സരയു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിക്രമിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യും. അവനെ ദ്രോഹിച്ചത് ആരാണോ അവരെല്ലാം അവസാനിപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് കിട്ടിയപ്പോഴേക്കും അതെ, ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. വിക്രമിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ പൈസനെ കാണാൻ വേണ്ടി ഞാനിപ്പോൾ വന്നത്. ആ ഒരു അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് കല്യാണി ഇന്ന വീട്ടിലാണെന്നും കല്യാണി രാത്രി കിടന്ന് ഉറങ്ങാൻ നേരത്ത് നിങ്ങളങ്ങോട്ട് ചെല്ലുമെന്ന് എൻ്റെ അമ്മ നിങ്ങൾക്ക് വേണ്ടി കഥക് തുറന്നു തരും. ആ സമയത്ത് നിങ്ങൾ അവളെ കൊല്ലണമെന്നും പറയാണ്. പിന്നെ വിക്രമിൻ്റെ കയ്യിൽ ഞാനൊരു തോക്ക് കൊടുത്തായിരുന്നു, പക്ഷേ ഇനി അങ്ങനെ ഒരു തോക്ക് സംഘടിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് സരയു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും കുഴപ്പമൊന്നുമില്ല, തോക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ നല്ല മൂർച്ചയുള്ള കടാരയുണ്ട് എന്ന് പറയാണ്. ഒറ്റ കുത്തു മതി അവൾ അവസാനിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, പിന്നെ നിങ്ങൾക്ക് തരാനുള്ള പൈസ എല്ലാം ഞാൻ തന്നേക്കാം, ഈ അഡ്വാൻസ് ഇപ്പോൾ തൽക്കാലം പിടിക്കുക, പിന്നെ പൈസക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരില്ല, പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ ഞാൻ ചതിക്കുകയില്ല. പക്ഷേ അഥവാ നിങ്ങളെ പോലീസ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് ഒരിക്കലും നിങ്ങൾ പറയാനിട നിൽക്കരുത്. അതിനെന്തിനാ നിങ്ങളുടെ പേര് പറയുന്നത്? എനിക്ക് വിക്രമിനെ കൊന്നതിൻ്റെ അരിശം പലരോടും ഉണ്ട്. ആ ഒരു ആവശ്യത്തിൽ ഞാൻ കല്യാണിയെ തീർത്തു എന്ന് മാത്രമേ ഇവിടെ കേസ് വരാൻ നേരത്ത് പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വളരെ നല്ല കാര്യം. എങ്കിൽ പിന്നെ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ആ ഒരു വീട്ടിലേക്ക് കയറി വന്നോ, അമ്മ കഥക് തുറക്കാൻ തയ്യാറാണ്. പിന്നെ എല്ലാം സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാനായിട്ട്. അവള് നിസാരക്കാരിയല്ല, മന്ത്രവാദിനിയാ. ഏതോ അപകടം വരുമ്പോഴും അവളെ വിട്ടു പോവുക. അവൾക്ക് ഓൾറെഡി ഒരു കുത്തേറ്റിട്ടുണ്ട്, കുത്തേറ്റതാണ്. പക്ഷെ ആ മുറിവ് പതിയെ ഉണങ്ങി വരുന്നുണ്ടെങ്കിലും ഇനിയൊരു കുത്ത് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ചത്തുപോകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അങ്ങനെ അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെ ആകണം, ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ സരയു പറയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയുവിനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നമ്മുടെ കല്യാണിയെ കാണിക്കുകയാണ്. അപ്പോൾ കല്യാണിൻ്റെ അടകിലേക്ക് കിരൺ വന്നിരിക്കുക. അപ്പോൾ കിരൺ വന്നു കഴിഞ്ഞപ്പോഴേക്കും കിരൺ പറയുകയാണ്, കല്യാണി എനിക്ക് പോയേ മതിയാവുള്ളൂ, അമ്മയെ ഐസിയുയിൽ നിന്ന് ഇറക്കിയിട്ടില്ല,
റൂമിലേക്ക് മാറ്റിയാൽ മാത്രമേ അച്ഛന് സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അമ്മയെ ഐസിയിൽ നിറക്കാതെ അച്ഛൻ ആ ഹോസ്പിറ്റലിൽ വിട്ട് വരില്ലെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അച്ഛൻ്റെ കൂട്ടിന് ഞാനും പോയി ഇരിക്കേണ്ട കാര്യമുണ്ട്. അച്ഛനും സുഖമില്ലാത്ത ആളാണല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്നേ മതിയാവുള്ളൂ കല്യാണി എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ ഞാനും വരായിരുന്നു കിരണേട്ടാ എന്നിങ്ങനെ പറയാം. വേണ്ട, നിനക്കിപ്പോൾ ശരിക്കും മുറിവൊന്നും ശരിക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല. നീ കമ്പനി പോകുന്നുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കുത്തിരുന്ന് നിൽക്കാനുള്ള സമയം നാട്ടിൽ നിനക്ക് ഉറക്കം നന്നായിട്ട് ആവശ്യമാണ്. അതുകൊണ്ട് കല്യാണി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേൾക്കണമെന്ന് പറയുന്നത്. പക്ഷേ കിരണേട്ടാ എനിക്ക് അച്ഛനെ കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെന്താ, അച്ഛനെ പോയി കണ്ടോ, അതിനെന്താ പ്രശ്നം? പിന്നെ നീ ഒറ്റക്ക് പോകണ്ട, കാർത്തിയെയും അതേപോലെ തന്നെ കാദംബരിയൊക്കെ വിളിച്ചിട്ട് പോയിക്കോ. അവർക്കും അച്ഛനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. നീ സങ്കടപ്പെടേണ്ട കല്യാണി. നമുക്കേ അടുത്ത പ്രാവശ്യം കോടതി കൂടാൻ നേരത്ത് അച്ഛനെ ജാമ്യത്തിലിറക്കാനുള്ള എല്ലാ വഴികളും ചെയ്യാന്നേ. നവീൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ ആവാതെ സന്തോഷത്തോടെ ഇരിക്കുക. എങ്കിൽ പിന്നെ ഞാൻ പോയി വരട്ടെ എന്ന് കല്യാണിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരി കല്യാണി സമ്മതം മൂളുകയാണ്. അങ്ങനെ നമ്മുടെ കിരണാണെങ്കിൽ അവിടെ നിന്ന് പടിയിറങ്ങാം. അപ്പോൾ കല്യാണിക്ക് ഇനി എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇനി സരയുവിനെ തീർക്കാനായിട്ട് പോകുന്നത് ആരായിരിക്കും? സരയുവിൻ്റെ കള്ളത്തരം അറിയുന്നതിന് മുമ്പ് തന്നെ ആ ഗുണ്ടകൾ തന്നെ സരയുവിനെ തീർക്കോ? ഇതൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.